ന്യൂറോളജിക്കൽ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ചലിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ശ്വസിക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. മൈഗ്രെയിൻ, അപസ്മാരം, ഡീജനറേറ്റീവ് രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമേഴ്സ്, മെനിഞ്ചൈറ്റിസ് ഇവയൊക്കെ ഉൾപ്പെടെ 600-ലധികം ന്യൂറോളജിക്കൽ രോഗങ്ങൾ ഏകദേശം ഉണ്ട്. പ്രധാനപ്പെട്ട 5 ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേദന. ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് വേദന. നടുവേദന, കഴുത്തുവേദന അല്ലെങ്കിൽ പേശികളിലും സന്ധികളിലും ഉണ്ടാവുന്ന വേദന, ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാം. വിട്ടുമാറാത്ത തലവേദനയും ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളുടെ ഒരു ഭാഗമാണ്. വിട്ടുമാറാത്ത ഇത്തരം വേദനകൾ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് വരാം. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതുപോലുള്ള വേദനകൾ വരാം. എന്നാലും നാഡീവ്യവസ്ഥയിലെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള വേദനകൾ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ഓർമ്മ തകരാറ്. ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ വിവരങ്ങൾ മനഃപ്പാടമാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അഗ്നോസിയ പോലുള്ള ന്യൂറോളജിക്കൽ തകരാറ് ഉണ്ടാകാം. വ്യക്തിക്ക് പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ദീർഘകാല ഓർമ്മകൾ പലപ്പോഴും കേടുകൂടാതെ ഇരുന്നേക്കാം. എന്നാൽ ഹ്രസ്വകാല ഓർമ്മകൾ ന്യൂറോളജിക്കൽ തകരാറുള്ള വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവാം. മറ്റൊരു ലക്ഷണം മരവിപ്പാണ്. അതായത് സെൻസിറ്റിവിറ്റി ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെടുക. അത്തരമൊരു സാഹചര്യത്തിൽ സ്പർശനം, വേദന, വൈബ്രേഷൻ അല്ലെങ്കിൽ ചൂട്, തണുപ്പ് ഇവയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സെൻസിറ്റിവിറ്റി ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടെ ശരീരഭാഗം ശരിയായിട്ട് ഉപയോഗിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാലൻസ്, നടത്തം, ഡ്രൈവിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക ജോലികൾ എന്നിവയിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. മരവിപ്പ് ഒരു വ്യക്തിയെ വളരെ കാലമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതാണ്. അതുപോലെ ഡയബറ്റീസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മരവിപ്പ് അനുഭവപ്പെടാം. അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. മരവിപ്പ് പോലെ തന്നെ ഉറക്ക പ്രശ്നങ്ങളും ന്യൂറോളജിക്കൽ ലക്ഷണവുമായിട്ട് കണക്റ്റഡ് ആണ്. ഉറക്കമില്ലായ്മയും ഹൈപ്പർസോംനിയയും അല്ലെങ്കിൽ അമിതമായിട്ട് ഉറങ്ങുന്ന ഒരവസ്ഥയും ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു 2 തരത്തിലുള്ള ഉറക്ക തകരാറുകളാണ്. ഉറക്കമില്ലായ്മ പ്രശ്നം അനുഭവിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയില്ല. എത്രയൊക്കെ ചെയ്താലും ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഹൈപ്പർസോംനിയ അമിതമായിട്ട് ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ വൈകല്യങ്ങൾ പിന്നീട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ മറ്റൊരു ലക്ഷണമായ ആങ്സൈറ്റിക്ക് വഴിവെക്കാം. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. കാഴ്ചയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഓക്സിപിറ്റൽ ലോബിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെ ന്യൂറോളജിക്കൽ തകരാറ് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ മങ്ങിയ കാഴ്ചയ്ക്കും ഡബിൾ വിഷനും ഫോട്ടോഫോബിയ തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാം. പ്രത്യേകിച്ച് ആളുകളുമായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഹെൽപ്പ് തേടുന്നത് നന്നായിരിക്കും. ഇത് ഡോക്ടറിൻ്റെ ഹെൽപ്പ് വഴി ഇത് എന്ത് അസുഖമാണ് എന്നുള്ളത് വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഇത്തരം അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു നല്ല രീതിയിലുള്ള ഫാമിലി സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. കാരണം അവർക്ക് എങ്കിൽ മാത്രമാണ് ഈ രോഗങ്ങളെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.